ടോപ്പിക് ഈസ് ഫ്രോസ്റ്റിംഗ് ഇവാപ്പറേറ്റേഴ്സ്. അപ്പം നമ്മളിനി ഇവാപ്പറേറ്ററിൻ്റെ അവസാനത്തെ ക്ലാസിഫിക്കേഷനിലേക്ക് പോവുകയാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫ്രോസ്റ്റിംഗ് ഇവാപ്പറേറ്റർ. ദീസ് ഇവാപ്പറേറ്റേഴ്സ് ഓൾവേസ് ഓപ്പറേറ്റ് അറ്റ് ടെമ്പറേച്ചേഴ്സ് ബിലോ 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ബിലോ 0 ഡിഗ്രി സെൽഷ്യസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇവാപ്പറേറ്ററാണ് ഫ്രോസ്റ്റിംഗ് ഇവാപ്പറേറ്റർ. അതോടൊപ്പം തന്നെ ആ ഇവാപ്പറേറ്റർ ബിലോ 0 ഡിഗ്രി സെൽഷ്യസ് ആയതുകൊണ്ട് തന്നെ ആ ഇവാപ്പറേറ്റർ കോയിൽ മോയ്സ്ചറുമായിട്ട് കോണ്ടാക്ട് വരുന്നു, അല്ലെങ്കിൽ എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ എയറിനകത്തുള്ള വാട്ടർ വേപ്പർ കണ്ടൻറ്റ് ലിക്വിഡ് ഫോമിലേക്ക് മാറി അത് സോൾട്ട് സ്റ്റേറ്റിൽ ആ ഇവാപ്പറേറ്റർ കോയിലിൻ്റെ സർഫസിൽ ഉണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ ഫ്രോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫ്രോസ്റ്റ് ഫോർമേഷൻ ആ ഇവാപ്പറേറ്റർ കോയിലിൻ്റെ ഔട്ടർ സർഫസിൽ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. A coil frosts continually when in use and it must be removed at regular intervals. അപ്പോൾ ഇങ്ങനെ ആ ഇവാപ്പറേറ്റർ കോയിലിൻ്റെ സർഫസിൽ ഉണ്ടാകുന്ന ഫ്രോസ്റ്റ് അതിനെ റിമൂവ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഹീറ്റ് ട്രാൻസ്ഫർ കുറയ്ക്കും. അപ്പോൾ നമുക്ക് ഏത് സ്പേസാണോ കൂൾ ചെയ്യേണ്ടത് ആ സ്പേസിൽ ഇവാപ്പറേറ്റർ കോയിലുണ്ട്. അപ്പോൾ ആ സ്പേസിലുള്ള മോയ്സ്ചർ മൂലം ഫ്രോസ്റ്റ് ഫോർമേഷൻ ഇവാപ്പറേറ്ററിൻ്റെ കോയിലിൻ്റെ സർഫസിലുണ്ടായി എന്ന് കരുതുക. അങ്ങനെ ഈ ഇവാപ്പറേറ്റർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന മൂലം ആ ഫ്രോസ്റ്റിൻ്റെ തിക്നെസ് കൂടി വരും. അങ്ങനെ തിക്നെസ് കൂടി വരുമ്പോൾ അതൊരു ഇൻസുലേറ്ററായിട്ട് വർക്ക് ചെയ്യും. ദെൻ നമുക്ക് കൂൾ ചെയ്യേണ്ട സ്പേസും ഇവാപ്പറേറ്ററും അത് തമ്മിലൊരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടായ ആ ഫ്രോസ്റ്റിനെ റെഗുലർലി റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. The frost which forms on the evaporator comes from the moisture in the air. ഈ കാണുന്നത് ഇവാപ്പറേറ്റർ കോയിൽ ഫ്രോസ്റ്റ് ഉണ്ടായതാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ അതിൽ ഫ്രോസ്റ്റ് ഇല്ലാത്തൊരു കേസ്, നോർമൽ ഫ്രോസ്റ്റ് ഉള്ള കേസ്, ദെൻ എക്സസീവായിട്ട് ഫ്രോസ്റ്റ് വരുന്ന കേസ്. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവാപ്പറേറ്റർ വർക്ക് ചെയ്യുന്നു, ഇവാപ്പറേറ്റർ ഓഫാക്കുന്നേ ഇല്ല, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്നേ ഇല്ല എന്നൊരു സ്ഥിതിയാണെങ്കിൽ ആ ഫ്രോസ്റ്റിൻ്റെ തിക്നെസ് കൂടി ഒരു എക്സസീവ് ഫ്രോസ്റ്റ് എന്ന കേസിലേക്ക് മാറുന്നു. The frost grows in thickness. The coil or cooling efficiency decreases until the ice and frost is removed. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രോസ്റ്റിൻ്റെ തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കുറയും. ആ ഒരു കേസിൽ ഫ്രോസ്റ്റ് റിമൂവ് ചെയ്യണം. ദെൻ അടുത്തതാണ് നോൺ ഫ്രോസ്റ്റിംഗ് ഇവാപ്പറേറ്റേഴ്സ്. ദീസ് ഇവാപ്പറേറ്റേഴ്സ് ഓപ്പറേറ്റ് at a temperature above 0 degree Celsius at all times. അപ്പോൾ ഈ നോൺ ഫ്രോസ്റ്റിംഗ് ഇവാപ്പറേറ്റേഴ്സ് എപ്പോഴും 0 ഡിഗ്രി സെൽഷ്യസിന് എബോവ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആംബിയൻ്റ് എയറുമായിട്ടോ അല്ലെങ്കിൽ എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ആ മോയ്സ്ചർ മൂലം ഉണ്ടാകുന്ന ഫ്രോസ്റ്റ് ഫോർമേഷൻ കുറയ്ക്കാൻ സാധിക്കും. The frost does not form on the evaporator. കാരണം എബോവ് 0 ഡിഗ്രി സെൽഷ്യസിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഇവാപ്പറേറ്റർ കോയിലിൻ്റെ സർഫസിൽ ഫ്രോസ്റ്റ് ഫോർമേഷൻ ഉണ്ടാവത്തില്ല. The big advantage of a non-frosting evaporator is its operation at a temperature close to freezing. അതായത് 0 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറച്ചുകൂടെ ഹയർ ആയിരിക്കും. മേ ബി 2 ഡിഗ്രി സെൽഷ്യസ് 4 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ആയിരിക്കും ഈ ഒരു ഇവാപ്പറേറ്റർ കോയിൽ വർക്ക് ചെയ്യുക. ദ യൂസ് ഓഫ് നോൺ ഫ്രോസ്റ്റിംഗ് ഇവാപ്പറേറ്റേഴ്സ് ആർ ലിമിറ്റഡ് ടു ഹൈ ടെമ്പറേച്ചർ വർക്ക് സച്ച് as എയർ കണ്ടീഷനിങ്, ബേക്കറി റെഫ്രിജറേഷൻ ആൻഡ് ക്യാൻഡി സ്റ്റോറേജ്. അതായത് നമുക്കിപ്പോൾ എയർ കണ്ടീഷനിങ് ആണെങ്കിൽ മേ ബി ഒരു 70 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 16 ഡിഗ്രി സെൽഷ്യസ് റൂം വന്നാൽ മതി. അപ്പം അങ്ങനെ ഒരു കേസാകുമ്പോൾ ഇവാപ്പറേറ്റർ കോയിൽ ബിലോ 0 ഡിഗ്രി സെൽഷ്യസിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഇനി മീറ്റ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഫ്രോസൺ ഫുഡ് ഒക്കെ സ്റ്റോർ ചെയ്യണം. അപ്പോൾ ആ ഒരു കേസാണെങ്കിൽ ഇവാപ്പറേറ്റർ കോയിൽ ബിലോ 0 ഡിഗ്രി സെൽഷ്യസിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ആ ഇവാപ്പറേറ്റർ കോയിലിൽ അതിൻ്റെ സർഫസിൽ ഫ്രോസ്റ്റ് ഫോർമേഷൻ ഉണ്ടാകുന്നു. പക്ഷേ ഇവിടെ ഇവാപ്പറേറ്റർ കോയിൽ എബോവ് 0 ഡിഗ്രി സെൽഷ്യസിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫ്രോസ്റ്റ് ഫോർമേഷൻ ഉണ്ടാകുന്നില്ല. അടുത്തതാണ് defrosting evaporators. These evaporators is one in which frost accumulates on the coils when the compressor is running and melts after the compressor shut off.
അപ്പോൾ അതാണ് ഈ ഡീഫ്രോസ്റ്റിംഗ് ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത്. ഈ ഇവാപ്പറേറ്ററും ലോ ടെമ്പറേച്ചറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവാപ്പറേറ്ററിൻ്റെ കോയിലിൻ്റെ സർഫസിൽ ഫ്രോസ്റ്റ് ഫോർമേഷൻ ഉണ്ടാകും. പക്ഷേ ഈ ഫ്രോസ്റ്റിനെ റെഗുലർലി റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ റിമൂവ് ചെയ്യാൻ വേണ്ടി ഇവിടെ കംപ്രസർ ഓഫ് ചെയ്യുക. അതായത് കുറച്ച് നേരം കംപ്രസർ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൂൾ ചെയ്യേണ്ട സ്പേസ് അത് പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ സാധിക്കുന്നു. അതിനുശേഷം ഈ ഫ്രോസ്റ്റ് ഫോർമേഷൻ കുറേ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അതിൻ്റെ തിക്നെസ് വളരെ കൂടി കഴിയുമ്പോൾ കംപ്രസർ ഓഫ് ആകുന്നു. കംപ്രസർ ഓഫ് ആകുമ്പോൾ ഗ്രാജുവലി ആ ഫ്രോസ്റ്റ് അത് ഉരുകുന്നു. ദെൻ അതിനുശേഷം കുറച്ചുകൂടെ കഴിയുമ്പോൾ വീണ്ടും കംപ്രസർ വർക്ക് ചെയ്യുന്നു. ഈ ഇത്തരത്തിൽ കംപ്രസർ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ ഓഫ് ചെയ്യുന്നത് മൂലം ആ ഫ്രോസ്റ്റ് ഫോർമേഷൻ ഒരു പർട്ടിക്കുലർ ലെയറിൽ പർട്ടിക്കുലർ തിക്നെസ്സിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ ഫ്രിഡ്ജ് നമ്മൾ കംപ്രസർ കുറച്ച് നേരം വർക്ക് ചെയ്യുന്നു, ദെൻ കംപ്രസർ ഓഫ് ആകുന്നു, പിന്നെയും കുറച്ച് നേരം വർക്ക് ചെയ്യുന്നു, ഓഫ് ആകുന്നു. ആ ഒരു രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്, ആ ഇവാപ്പറേറ്റർ കോയിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫ്രോസ്റ്റ് ഫോർമേഷൻ അപ്പോൾ അത് കുറയ്ക്കാൻ സാധിക്കുന്നു. During the running of the compressor, the evaporator remains at a temperature of about -7 degrees Celsius to -6 degrees Celsius. At these temperatures, the frost forms on the coil surface. But after the compressor stops, the coil warms up to a temperature slightly above 0 degrees Celsius and the frost melts ബിഫോർ ദ കംപ്രസർ സ്റ്റാർട്ട്സ് എഗെയിൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല, കുറച്ച് നേരം വർക്ക് ചെയ്യുന്നു. ആ സമയത്ത് -6 -7 റേഞ്ചിൽ സിസ്റ്റത്തെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. ദെൻ അതിനുശേഷം ഫ്രോസ്റ്റ് ഫോർമേഷൻ കൂടുതലാകുമ്പോൾ കംപ്രസർ ഓഫ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം ആ സമയത്ത് ഫ്രോസ്റ്റ് മെൽറ്റ് ആവുന്നു. ദെൻ അഗെയിൻ കംപ്രസർ റൺ ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിൽ ആണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുക. ഇനി ഈ ഡീഫ്രോസ്റ്റ് ടൈപ്പ് ഇവാപ്പറേറ്ററിൽ അതോടൊപ്പം തന്നെ എക്സസീവായിട്ട് ഫ്രോസ്റ്റ് ഫോർമേഷൻ ഉണ്ടാകുകയാണെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ ഹീറ്റർ ഉണ്ടാകും. അപ്പോൾ ആ ഹീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഫ്രോസ്റ്റിനെ മെൽറ്റ് ചെയ്യിക്കാൻ സാധിക്കും. These evaporators is usually a finned coil because of the necessity of a rapid heat transfer during the off cycle. അതായത് കംപ്രസർ ഓണാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കംപ്രസർ ഓഫ് ആകുന്ന സമയത്ത് ആ ഫ്രോസ്റ്റ് എളുപ്പം മെൽറ്റ് ആവണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ പോസിബിൾ ആക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഫിൻഡ് കോയിൽ ഇവാപ്പറേറ്റർ ആയിരിക്കും യൂസ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടൻസർ എന്ന് പറയുന്ന ആ ടോപ്പിക്കിലേക്ക് പോകുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടൻസർ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കുന്നു.